എന്റെ പെങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന സുശീലൻ. അതെ, അവിടുത്തെ വല്യമ്മാമ. അതെ, നമ്മുടെ കല്യാണം ഉറപ്പിച്ച. നീയല്ലേ ഇവിടെ? ഇവിടോ ഇറ്റപ്പനൊരു ദുശീലമുണ്ട്. രണ്ടെണ്ണം അടിക്കും. പിന്നെ വയസ്സിന് മൂത്ത ആളല്ലേ, അത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ചിറ്റപ്പന് വേണ്ടി ഇങ്ങനെ ദുശീലം അല്ലേ. വല്യമ്മാമ എന്ത് ഇവിടെ? എനിക്കും ഉണ്ട് ചെറിയൊരു ദുശീലം, രണ്ടെണ്ണം അടിക്കും. നിനക്കുണ്ടോ സുശീലനുണ്ടോ ഈ ദുശീലം? ഞാൻ അടിക്കത്തില്ല, ഞാൻ കൂടെ വന്നേല്ലേ. ടച്ചിങ്സ് തിന്നു. ടച്ചിങ്സ് തിന്നു, നല്ലതാ. എന്നാലും വല്യമ്മാമയൊക്കെ ഇങ്ങനെ ബാറിലൊക്കെ കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ എല്ലാ ദിവസവും വരും വൈകുന്നേരം. എന്തിനാ രണ്ട് മുണ്ട്? ഞാൻ അടിച്ച് പാമ്പായിട്ട് വീട്ടിലോട്ട് ചിലപ്പോ ഈ മുണ്ട് കാണത്തില്ല, അപ്പൊ ഇതെടുത്ത് കൊടുക്കും. അതെന്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പൊ ഇതും കണ്ടില്ലെങ്കിൽ തലയിരിക്കുന്നെങ്കിലും വെച്ച് നാണം മറിച്ച് വീട്ടിലെത്താം. സേഫ്റ്റിയായിട്ടേ ഞാൻ നടക്കും. എന്തായാലും ഒന്നും വിചാരിക്കില്ലേ, ഞാൻ കഴിച്ചിട്ടൊന്നും കഴിക്കുകയല്ലോ. അല്ല, നമ്മൾ അന്നേരം പറഞ്ഞായിരുന്നല്ലോ, തുള്ളി പോലും തൊടൂല്ല. ഞാനിപ്പോ ബാറി കയറിയെന്ന് പറഞ്ഞ് കല്യാണം മുടക്കരുത്. ഇല്ല 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 ഇല്ല, അറിയാലോ, വല്യമ്മയുടെ വാക്കാണ് അവിടുത്തെ. ഇതിങ്ങനെ തന്നെ ഇരിപ്പട്ടല്ല ഭാഗ്യം. സാധാരണ ഞാനങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അതെടുത്ത് കമത്തലാണ് എന്റെ സ്ഥിരം പരിപാടി. ഓടിക്കടാ അവരുടെ ഓടി ഓടി. ചിറ്റപ്പാ, നീ ഇരിക്കുന്ന ആളെ കണ്ട? നമ്മൾ തമ്മിൽ എവിടെയോ. എടാ, നമ്മൾ മറ്റേ ബാറിൽ വെച്ചാണ്. അല്ല, ഓ, കോടംതുരുത്ത് ഷാപ്പിൽ വെച്ച്. അതല്ലെന്ന്, നമ്മള് പെണ്ണ് കാണാൻ പോയില്ല, അവിടുത്തെ വല്യമ്മാമ. എന്താ ഇവിടെ ചെറുതൊരു രണ്ടെണ്ണം അടിക്കാറുണ്ടോ? അടിമറ്റി വെച്ചാരോ കൊക്കയിൽ? എനിക്ക് അടിമറ്റിയാണ് ഏറ്റവും ഇഷ്ടം. അയ്യോ മാമനല്ല മാമ, വേറെ ആരും അടിമറ്റി ചോദിച്ചായിരുന്നു. അതായത് മോനെ പിടിച്ചോനെ, പിടിച്ചോ. നല്ല കീറ സംഭവമല്ല, ഈ വില കൂടിയ സാധനം ഒന്നും പുള്ളിക്കാരന് പിടുത്തം ആവത്തില്ലെന്ന്. അടിമറ്റിയാണെങ്കിൽ കേറി അങ്ങ് പിടിക്കുന്നു. അപ്പൊ നല്ല കീറാണല്ലോ. സന്തോഷം കൊണ്ട് ഞാൻ ചിറ്റപ്പനങ്ങളെ നിർബന്ധിച്ചപ്പോ രണ്ടെണ്ണം അടിച്ചെന്ന്. അടിച്ചോ, കുഴപ്പമൊന്നുമില്ല, അടിച്ചോ. അവിടെ വന്ന് കണ്ടപ്പോ കണ്ടായിരുന്നോ, ഒരു പാവത്താനെ പോലെ ഇരിക്കുക. അല്ല, ഞാനങ്ങനെ എപ്പോഴും ഒന്നുമില്ല ചോദിച്ചോ അല്ലേ. എപ്പോഴും ഇല്ല, നേരെ പെടുത്താൻ സന്ധ്യാവുന്നവരെ. ഇവൻ മദ്യപിക്കില്ല എന്നും ദുശീലങ്ങളൊന്നും ഇല്ലെന്നും ഞാൻ കയ്യിൽ നിട്ടതല്ലേ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ തന്നെ എന്റെ മനസ്സങ്ങ് ചത്തു. ശുദ്ധം മനുഷ്യനാണെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോകൂലേ. എനിക്കൊരു കമ്പനി തരേണ്ട ആള് ഒന്നും കഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സങ്ങ് എത്തില്ലേ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ റൂട്ടാണ് വല്യമാമേ അല്ലേ. എല്ലാം നമ്മളുണ്ട്. എനിക്കാണെങ്കിൽ വേറൊരു, ഞാൻ ഓർമ്മയുണ്ട, എനിക്ക് ഒരു ദുശീലവും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇരുന്നൊരു ഇരിപ്പ് കണ്ടു ചിരിക്കുകയായിരുന്നു ഞാൻ.